ഇന്ന് കട്ട്ള എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. ഈ മഴ കാരണം നല്ല മീനുകളൊന്നും അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടില്ല ഇത്തവണ. പ്രതീക്ഷിക്കാതെയുള്ള മഴയല്ലേ വന്നത്. നേരത്തെ തന്നെ മഴ തുടങ്ങിയായിരുന്നേ മീനുകൾക്കൊക്കെ ഇത്തിരി ക്ഷാമം വന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ട്രോളിംഗ് ആയല്ല. ട്രോളിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി 1.5 മാസം കഴിയാതെ നമുക്ക് നല്ല കടൽ മീനൊന്നും കിട്ടിയില്ല. ഇനി വള്ളച്ചാള വരാറായിട്ടുണ്ട് കേട്ടോ. വള്ളച്ചാള നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇപ്പം. ഇനി വന്നു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത മീനാണ്ട. നന്നാക്കി എടുത്ത് ചതമ്പലൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിലിട്ട് ശരിക്ക് തേച്ച് കഴുകിയെടുത്താൽ മതി. ഇതിൻ്റെ ചതമ്പലൊന്നും ചത്താൻ നിൽക്കാറില്ല. ചതമ്പൽ നൈസാണുള്ളത് കൊണ്ട് ഇത് ചതമ്പൽ ഇങ്ങനെ തന്നെ കളയുള്ളൂ. എനിക്ക് മീനുകളെല്ലാം നന്നാക്കി എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ മൂത്തോന്നത്ത് മീൻ ഇല്ലാതെ ചോറ് കഴിക്കില്ല മൂത്തോന്നക്കാരൊക്കെ. അതായത് പടിഞ്ഞാറൻ നാട്ടുകാരൊക്കെ അങ്ങനെയാണ്. മീൻ കിട്ടുന്ന സ്ഥലമുള്ള അവിടെയൊക്കെ. അപ്പോൾ ഡെയിലി ഈ മീൻ നന്നാക്കണതും കറി വെക്കണതെല്ലാവരും കണ്ട് വളർന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ മുറിച്ച മീനുകളൊന്നും വാങ്ങിക്കില്ല. കട്ട് ചെയ്ത് ഒട്ടും നിർവാഹമില്ലെങ്കിൽ മാത്രം, സമയമൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ മാത്രം അതൊന്ന് ചെത്തി വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് ഇതേപോലെ നന്നാക്കി എല്ലാം എടുക്കും. ഞാൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഞാൻ ചെയ്തെടുക്കും. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും വലിയ അഴുക്കൊന്നുമില്ലാത്തൊരു മീനാണ്. പക്ഷേ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് മറ്റുള്ള മീനുകളുടെ ടേസ്റ്റൊന്നും ഇതിന് കിട്ടിയില്ല. ഇതിൻ്റെ മാംസത്തിന് ഇത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ നല്ല മീനുകളൊന്നും കിട്ടാനില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറുത്ത കളറൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലീനാണ്. നന്നായിട്ട് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലുള്ള മുള്ളെല്ലാം വെട്ടി ക്ലീൻ ആയി. വീണ്ടും ഓരോന്ന് ഇതേപോലെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഉപ്പും പുളിയൊക്കെ ശരിക്ക് കയറും. അതൊക്കെ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, ചുവന്നുള്ളി കൂടുതൽ വേണം കേട്ടോ, വേപ്പല, കുടംപുളിയൊക്കെ നേരത്തെ വെള്ളത്തിലിടണം. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ട് ഇഞ്ചി ചതച്ചത് ആദ്യം, ഇഞ്ചി അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇഞ്ചി ചതച്ചത് ഒരുവിധം വാടി കഴിയുമ്പോൾ ചുവന്നുള്ളി, അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, അത് കഴിഞ്ഞിട്ട് വേപ്പല, ഇതെല്ലാം കൂടി ശരിക്കും മുരിഞ്ഞ് കഴിയുമ്പോൾ
കുതിർത്തി വെച്ചിട്ടുണ്ടാവും. നേരത്തെ തന്നെ ഞാൻ കുതിർത്തി വെക്കും. എന്നിട്ട് ഈ പാകാവും. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം കേട്ടോ. ഇത് നേരത്തെ കുതിർത്തി വെച്ചിട്ട് ഇതേപോലെ വാട്ടി ഈ പാകാവുമ്പോഴാണ് കേട്ടോ തേങ്ങാപ്പാലും പുളിവെള്ളവും ഉപ്പും തേങ്ങാപ്പാലും കൂടി ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിക്കാതെ കറി ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. ചില മീനുകൾക്ക് മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടില്ലാത്ത തേങ്ങാപ്പാലൊന്നും വേണ്ടാത്ത കറികളുണ്ടല്ലോ, സ്രാവ് പോലുള്ള കറികൾ, അതിനകത്ത് മാത്രം തേങ്ങാപ്പാലും തേങ്ങയൊന്നും ഒഴിക്കില്ല കേട്ടോ. പിന്നെ ഈ അല്ലാത്ത കറികൾ എല്ലാ കറികളിലും തേങ്ങാപ്പാലാണ് ഇവിടെ കറി വെപ്പിച്ചിട്ടുള്ളൂ. വന്നപ്പോൾ തുടങ്ങി അങ്ങനെയാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് മീൻ കറിക്കൊക്കെ. ഇത് തിളച്ചതിന് ശേഷമാണ് മീനെല്ലാവരും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കാം. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളിയും വേപ്പിലയും കൂടി താളിച്ച് ഒഴിക്കാം.